Good morning students, welcome to my another class of Financial Markets and Service. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഇന്ന് സ്ലൈഡായിട്ടല്ല ഞാൻ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഒരു നമുക്ക് സാധാ ടെക്സ്റ്റിൽ ദാറ്റ് ഈസ് നമുക്കൊരു ബോർഡ് ക്ലാസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. കൺവെൻഷണൽ മെത്തേഡിൽ നമുക്ക് എടുത്ത് നോക്കാം. എനിവേ ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് ഗോ ത്രൂ ദി ലാസ്റ്റ് ക്ലാസ്സിൽ കൂടി ഇപ്പോൾ കടന്നു പോയി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്കൊക്കെ അസൈൻമെൻറ്റ്സ് തന്നിരുന്നു, അവരതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അധികം നേരം വയ്ക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് വി ആർ മൂവിങ് ടു ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എൻഡിലേക്ക് നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 2 ക്ലാസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു നമ്മുടെ കഴിയും. അപ്പോൾ നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, വീക്ക്നെസ്സസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ആസ് പെർ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് നമ്മളെല്ലാം ദാറ്റ് ഈസ് ടോപ്പിക്സുകളെല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് അനുസരിച്ച് കുറച്ചും കൂടി പോയിൻറ്റ്സുകൾ എന്ത് ചെയ്യാണ്ട് അതിൽ നിന്ന് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ നമ്മൾ അതിൽ കണ്ടൊരു സംഭവമാണ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ദാറ്റ് ഓൾറെഡി വി ഹാഡ് ഡിസ്കസ്ഡ് ദി 4 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് ഇൻടാഞ്ചിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇൻസെപ്പറബിലിറ്റി നമ്മൾ പറഞ്ഞു, പെരിഷബിലിറ്റി നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ കസ്റ്റമർ ഓറിയൻറ്റഡ് അതും നമ്മൾ എന്ത് ചെയ്തതാണ് ഡിസ്കസ് ചെയ്ത 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിൻ്റെയാണ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ. ഇനി നമുക്ക് അതിൽ അറിഞ്ഞിരിക്കാനുള്ളത് നെക്സ്റ്റ് പറയുന്നത് എന്താണ്, വേരിയബിലിറ്റി എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒരേപോലെയല്ല, കുറച്ച് വേരിയബിലിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് നോക്കാം എന്താണ് ആ പോയിന്റ് പറയണതെന്നുള്ളത്. ഫിനാൻഷ്യൽ സർവീസസ് ഹാവ് ടു ബി ടൈലർ മെയ്ഡ് ടു ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ക്ലയൻറ്റ്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫിനാൻഷ്യൽ സർവീസ് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ കസ്റ്റമർ ഓറിയൻറ്റഡ് പഠിച്ചു അല്ലേ, കസ്റ്റമറിന് എന്താണോ ആവശ്യം അതാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ എന്ത് വേണമെന്നാണ് പറയുന്നത്, കസ്റ്റമറിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ആ എന്ത് ഫിനാൻഷ്യൽ സർവീസാണോ കൊടുക്കുന്നത് അതൊന്ന് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അതിൽ പറയുന്നത്. യു ക്യാൻ സീ പേജ് നമ്പർ 42 നിങ്ങൾക്കത് കാണാം. അപ്പോൾ വേരിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ടൈലർ മെയ്ഡ്. അതായത് നമ്മളൊരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുക ഒരു ടൈലറിൻ്റെ അടുത്ത്, നമുക്ക് പാകമാകും വിധത്തിലാണ് തരിക അല്ലേ. അതേപോലെ തന്നെയാണ് പറയുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ സർവീസിൽ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് അത്ര ഫീസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല. ഫീസിബിൾ എന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ അല്ല. കുറച്ചൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ചില മാറ്റങ്ങൾ, അതായത് റിജിഡായിട്ട് തന്നെ ചില ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനൊരു നല്ലൊരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അതിൽ തന്നിട്ടുള്ള എക്സാമ്പിളാണ് ബാക്ക് ലോഡഡ് ലീസിങ് അറേഞ്ച്മെൻറ്റ്. അതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ബാക്ക് ലോഡഡ് ലീസിങ് അറേഞ്ച്മെൻറ്റ് എന്നാണ് പറയണത്. അതായത് ഒരു കമ്പനി എന്ത് ചെയ്തു, ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയുടെ ഫണ്ട് ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, ദാറ്റ് ഈസ് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് വന്നു. അപ്പോൾ അവർ പറയുകയാണ് അത് ലീസിംഗ് ആണ്, അവർ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ലീസിംഗ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസിൽ ഉള്ള ഒരു സംഭവമാണ് ലീസിംഗ് എന്ന്. അപ്പോൾ ലീസ് എടുക്കാനായിട്ട് അവർ വന്നു. പക്ഷേ ലീസ് എടുക്കാൻ വരുമ്പോൾ അവർ പറയുന്നത്, അവർ മുൻപേ അവർ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഒരു കമ്പനി. അപ്പോൾ അവർ ആ എസ്റ്റിമേറ്റ് പ്രകാരം അവർ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കൊല്ലം വരെ അവർക്ക് വലിയ കാര്യമായിട്ട് ലാഭമൊന്നുമില്ല, കുറേശ്ശെ ലാഭമേ അവർക്ക് കിട്ടുള്ളൂ. പക്ഷേ ആഫ്റ്റർ ദ ഫസ്റ്റ് 3 ഇനീഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, നല്ല ലാഭം കിട്ടും എന്നാണ് അവരൊരു കണക്ക് കൂട്ടൽ. അപ്പോൾ അവർ ആ ഒരു എസ്റ്റിമേറ്റും കൊണ്ടാണ് ഒരു ദാറ്റ് ഈസ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് അവർ ചെല്ലുന്നത്. അപ്പോൾ ലീസിങ്ങിന് ചെന്നു ഒരു ലീസിങ് കമ്പനിയുമായി സംസാരിച്ചു, ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആദ്യത്തെ 3 കൊല്ലം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ലീസിങ് റെൻറ്റിൽ ഞങ്ങൾക്കൊരു കുറവ് വരുത്തി തരണം. കാരണം ഞങ്ങൾ ആദ്യത്തെ 3 കൊല്ലം വി ആർ നോട്ട് എക്സ്പെക്റ്റിംഗ് ദാറ്റ് മച്ച് പ്രോഫിറ്റ്, അത്ര പ്രോഫിറ്റ് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് എന്ത് ചെയ്യാണ്, അത് വന്നിട്ട് സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല. ഈ പറയുന്ന ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നപ്പോൾ NBFC ആണെങ്കിൽ NBFC ഈ ഒരു എന്താണ്, അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ലീസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട റെൻ്റ് എമൗണ്ട് ഒരു ഫിക്സഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഒരു റിക്വസ്റ്റ് മാനിച്ച് അവരെന്ത് ചെയ്യാണ്, റീതിങ്കിങ്, അവർ നോക്കുകയാണ്, ഓക്കെ ഈ കമ്പനിക്ക് സ്കോപ്പ് ഉണ്ട്, മേ ബി ഇതെന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, 3 കൊല്ലം കഴിഞ്ഞ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി, ചിലപ്പോൾ വിചാരിച്ച പോലെ അവർ നമുക്ക് റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യണം, NBFC മേ ആക്സെപ്റ്റ് ദിസ് റിക്വസ്റ്റ് ഓഫ് ദിസ് കമ്പനി, ഈ പെർട്ടിക്കുലർ കമ്പനിയുടെ റിക്വസ്റ്റ് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാണ്, അങ്ങനെ അവർ ആ അറേഞ്ച്മെൻറ്റ്, അതായത് ആ റെൻ്റൽ എമൗണ്ടിൽ അവരെന്ത് ചെയ്യും, 3 കൊല്ലം വരെ കുറഞ്ഞ റെൻറ്റ് അവരിൽ നിന്ന് വാങ്ങുന്നു. ആഫ്റ്റർ ദി 3 ഇയേഴ്സ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഹൈ റെൻറ്റ് വാങ്ങിക്കാം എന്നുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്, ബാക്ക് ലോഡഡ് ലീസിങ് അറേഞ്ച്മെൻറ്റ്. അതായത് മാക്സിമം ലീസ് റെൻറ്റൽസ് ഡ്യൂറിങ് ദ ലേറ്റർ പീരീഡ്സ്. അതായത് 3 കൊല്ലം കഴിഞ്ഞാൽ അതിൽ കഴിഞ്ഞിട്ടുള്ള വരുന്ന വർഷങ്ങളിൽ അവരെന്ത് ചെയ്യും, മാക്സിമം റെൻറ്റ് വാങ്ങിക്കും. ആദ്യത്തെ 3 കൊല്ലം ആസ് പെർ ദി റിക്വസ്റ്റ് ഓഫ് ദ കമ്പനി അവർ ചെറിയ എമൗണ്ട് വാങ്ങിക്കുന്നു, കണ്ടോ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്തു, ആ ഒരു കസ്റ്റമറിൻ്റെ, ആ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അതൊന്ന് എന്ത് ചെയ്തു, ടൈലർ മെയ്ഡ് നടത്തി. അതായത് ഒന്ന് ദാറ്റ് ഈസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ദാറ്റ് ഈസ് എന്താണ്, അതിലേക്ക് റിജിഡ് ആവാതെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അതാണ് വേരിയബിലിറ്റി എന്ന ഫീച്ചറിൽ പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
പിന്നെ പറയുന്നതാണ് ഇനി ഇതിനോടൊക്കെ ചേർന്ന് തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡൈനാമിസം എന്നാണ് പറയുന്നത്. ആൻഡ് യു നോ വാട്ട് ഈസ് ഡൈനാമിസം, എന്താണ് ചേഞ്ച് അല്ലേ. അപ്പോൾ അതുതന്നെയാണ് അതിൽ പറയുന്നത്. ഫിനാൻഷ്യൽ സർവീസ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഇറ്റ് മസ്റ്റ് ബി ഡൈനാമിക് ആവണം എന്നാണ് പറയുന്നത്. ഈ കൊടുക്കുന്ന സർവീസുകൾ ദറ്റ് മസ്റ്റ് ഓൾവേസ് ബി റീഡിഫൈൻഡ് ആൻഡ് റിഫൈൻഡ്. എപ്പോഴും അതിൽ ചില മാറ്റങ്ങൾ, അതായത് സാഹചര്യങ്ങളനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരാം അല്ലേ. മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അതൊന്ന് റീഡിഫൈൻ ചെയ്യണം, അതിനൊന്ന് റിഫൈൻ ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയാണ്, നമ്മുടെ എക്കോണമിയാണ്, അതിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പോൾ ആ സോഷ്യോ ഇക്കോണമിക് ചേഞ്ചസ് അനുസരിച്ചിട്ട് ചില ദാറ്റ് ഈസ് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സർവീസസിലും ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ, അതായത് എക്കണോമിയിൽ പല ചേഞ്ചസ് വരാം. ഡിസ്പോസിബിൾ ഇൻകത്തിൽ മാറ്റം വരാം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ മാറ്റം വരാം, കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ മാറ്റം വരാം. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനെന്നാണ് പറയുന്നത്. ആൻഡ് ദ എക്സാമ്പിൾ ദാറ്റ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ഈസ് കരൂർ വൈശ്യ ബാങ്ക്. അവരുടെ ഒരു ഡൈനാമിസം ആയിട്ട് തന്നിട്ടുള്ള ഒരു പദ്ധതിയെ കുറിച്ചിട്ടാണ് നമുക്കൊരു എക്സാമ്പിൾ തരുന്നത്. അതായത് ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്, അതായത് ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ഈ കരൂർ വൈശ്യ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആദ്യത്തെ പോളിസി പ്രകാരം ഔട്ട് സ്റ്റേഷൻ ബ്രാഞ്ചിൽ നിന്ന്, ആൻഡ് യു നോ വാട്ട് ഈസ് ക്രെഡിറ്റ് കാർഡ് അല്ലേ. ക്രെഡിറ്റിന് നമ്മൾ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ അക്കൗണ്ടിൽ പൈസ വേണമെന്നില്ല. അപ്പോൾ അവർ ആദ്യം പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തവരാണ് ഇവർ. അപ്പോൾ അവർ ആദ്യം ഔട്ട് സ്റ്റേഷൻ ബ്രാഞ്ചിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് വെച്ച് എമൗണ്ട് എടുത്തിരുന്നെങ്കിൽ അവർ കൊടുത്തിരുന്ന മാക്സിമം എമൗണ്ട് 1000 rupees ആയിരുന്നു. അപ്പോൾ അവരൊരു ക്രെഡിറ്റ് കാർഡ് ഇട്ടിട്ട് ഒരു ഔട്ട് സ്റ്റേഷൻ ബ്രാഞ്ചിൽ നിന്ന് കാശ് എടുക്കുകയാണെങ്കിൽ 1000 രൂപ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാനൊരു കസ്റ്റമർക്ക് പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ 1000 രൂപ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഈസ് ടു സ്മോൾ ആണ് നൗ ആൻഡ് ദ ലിമിറ്റ് ഹാസ് ടു ബി എൻഹാൻസ്ഡ്. അതായത് ആ ഒരു ചെറിയൊരു 1000 കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേ. എന്ത് നമ്മുടെ ഒരു ജസ്റ്റ് ഒന്ന് പുറത്തു പോയി വന്നാൽ 1000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി കിട്ടും. ആ ഒരു ദാറ്റ് ഈസ് ആ ഒരു സിറ്റുവേഷൻ അവർ മനസ്സിലാക്കിക്കൊണ്ട് എന്താണെന്നാണ്, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഈ ഒരു പോളിസിയിൽ തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്താൽ, അവരൊരു ഡൈനാമിസം ഒരു ചേഞ്ച് ഇല്ലാതെ അവരതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ദ കസ്റ്റമർ വിൽ ചേഞ്ച് ടു അതർ ബാങ്ക്സിലേക്ക് അവർ പോകും. അവർക്ക് കൂടുതൽ ക്രെഡിറ്റ് തരുന്ന ബാങ്കിലേക്ക് അവർ സ്വിച്ച് ഓഫ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് അതിൻ്റെ എമൗണ്ട് അവരൊന്ന് എൻഹാൻസ് ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, അവരുടെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ എപ്പോഴും എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ, എക്സ്പെക്റ്റേഷൻസ് മുൻകൂട്ടി വിഷ്വലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പിടിച്ചു നിന്നുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ഹാവ് ടു മേക്ക് ആഡക്വേറ്റ് ചേഞ്ചസ് ഇൻ ദയർ പ്രോഡക്ട്സ് ആൻഡ് സർവീസ്. അവരുടെ പ്രോഡക്ട്സിലും സർവീസസിലൊക്കെ. അപ്പോൾ അതനുസരിച്ച് അല്ലാണ്ട് അവർ ചേഞ്ച് ഒന്നും ഞങ്ങൾ കൊണ്ടുവരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനാണ്, ഏത് ഫീൽഡിലെടുത്താലും ദർ ഇസ് എ ലോട്ട് ഓഫ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം, അവിടെ ചില മാറ്റങ്ങൾ വരുത്തണം എന്നാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പറയുന്നത് എന്താണ്, മാസീവ് അഡ്വർടൈസ്മെൻറ്റ്. ഇനി ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഒരു നല്ലവണ്ണം അഡ്വർടൈസ് ചെയ്യണം. എന്നാൽ തന്നെയാണ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കോമ്പറ്റീഷനാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കണം, അതും ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ കേട്ടുപരിചയമുള്ള നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഫിനാൻഷ്യൽ സർവീസ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, അത് കസ്റ്റമേഴ്സ് അറിയണം, യൂസേഴ്സ് അങ്ങനെയുണ്ട് എന്നുള്ളത് അറിയണം. അതിനുവേണ്ടി ടെംപ്റ്റിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ടെംപ്റ്റിംഗ് എന്താണ്, അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മണപ്പുറം ഗോൾഡ് ലോൺ കമ്പനിയുടെ ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരാൻ സാധിക്കണം. ഏതാണ്, മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്തൊരു അഡ്വർടൈസ്മെൻ്റ് ആണല്ലേ, വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനാന്ന് പറഞ്ഞിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ക്യാച്ചിങ് ആണ്. അതെ, ഒരുപാട് ആളുകൾക്ക് അത് വളരെയധികം പെട്ടെന്ന് ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയാവുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അങ്ങനെയുള്ള ക്യാച്ചിങ് അഡ്വർടൈസ്മെൻറ്റുകൾ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് ഒരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ക്ലിയർ. അപ്പോൾ അതിൽ നമുക്ക് അത്രയൊക്കെ കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ. ആൻഡ് ദി ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പറയുന്നതാണ് ജോഗ്രഫിക്കൽ ഡിസ്പേർഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്നുള്ള കൺട്രി എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട്, ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കരുത്, എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ഡിസ്പേഴ്സ്ഡ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഈസിലി റീച്ചബിൾ ടു ദി യൂസേഴ്സ്. അതായത് ഇപ്പോൾ കേരളത്തിലിരിക്കുന്ന ഒരു യൂസർക്കും അതുപോലെ തന്നെ നോർത്ത് സ്റ്റേറ്റിലുള്ള ഒരു യൂസർക്കാണെങ്കിലും ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കണം അവരുടെ സർവീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് മസ്റ്റ് ബി ഈസിലി റീച്ചബിൾ ടു ദ യൂസേഴ്സ് എന്നാണ് പറയുന്നത്. അത് എൻഷുർ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്, കൊടുക്കുന്ന ഏത് കമ്പനി അല്ലെങ്കിൽ ആരാണ് ഈ സർവീസ് കൊടുക്കുന്നത് അവരെന്ത് ചെയ്യണം, അവരുടെ ബ്രാഞ്ച് നെറ്റ്വർക്ക് ഒന്ന് വൈഡ് ആക്കണം. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുത്. കാരണം ഇത്രയേ ഉള്ളൂ, എവരി വൺ ഷുഡ് ഗെറ്റ് ദ ബെനിഫിറ്റ്. എല്ലാവർക്കും ആ ബെനിഫിറ്റ് കിട്ടണമെന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ വൈഡ് ബ്രാഞ്ച് നെറ്റ്വർക്ക് സോ ദാറ്റ് ദി കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി റീച്ചബിൾ. കസ്റ്റമേഴ്സിന് ഈസിലി കിട്ടാൻ പറ്റുന്ന പാകത്തിൽ തന്നെ. നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുള്ള മണപ്പുറത്തിൻ്റെ തന്നെയാണ്. മണപ്പുറത്തിന് നമ്മൾ തന്നെ ഇതിലിപ്പോൾ നമ്മൾ നിങ്ങളുടെ എക്സിൽ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ മാത്രമൊന്നുമല്ല മണപ്പുറത്തിൻ്റെ ബ്രാഞ്ചുകളുള്ളത്. പക്ഷേ അതിൻ്റെ ഇറ്റ് ഈസ് അക്രോസ് ദ കൺട്രി എന്ത് ചെയ്തെടുക്കുന്നുണ്ട്, സ്റ്റേറ്റിൽ മാത്രമൊന്നുമല്ല 4 യൂണിയൻ ടെറിട്ടറീസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരുവിധം എല്ലാ ഇന്ത്യയിലത്തെ ഇപ്പോൾ എന്താ സ്പ്രെഡായിട്ട് തന്നെ അവരുടെ സർവീസ് കിടക്കുന്നുണ്ടെന്നാണ് പറയണത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. അതിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള പോയിൻറ്റ്സുകളൊന്നുമില്ല, ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ തന്നെയാണ്. ഇനി നമുക്കതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് വി ഹാവ് ടു സീൻ ഇസ് ദി റോൾ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഫിനാൻഷ്യൽ സർവീസിൻ്റെ റോൾ എന്താണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എങ്ങനെയൊക്കെ ഫിനാൻഷ്യൽ സർവീസ് ഹെൽപ്പ് ചെയ്യുന്നു. യു ക്യാൻ ഫൈൻഡ് ദ ടോപ്പിക് ഇൻ പേജ് നമ്പർ 43 കാണാം കേട്ടോ. റോൾ അഥവാ ഇമ്പോർട്ടൻസ്, റോൾ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ കുറച്ചിങ്ങനെ ഇൻട്രഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. യു ജസ്റ്റ് റീഡ് ഇറ്റ്. നിങ്ങൾ അതിൽ കൂടെ വായിച്ചു പോകും, നമുക്ക് കറക്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഫിനാൻഷ്യൽ സർവീസുകൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത് NBFC, അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ 12% അവരുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, സാധാരണ മറ്റുള്ളവരില്ല എന്നല്ല, സാധാരണയായിട്ട് NBFCs ആണ് അതെന്ത് ചെയ്യണത്, കൊടുക്കുന്നത്. നാഷണൽ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനീസ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അവരെങ്ങനെയാണ് നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദി പ്രസൻസ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് എൻകറേജ് ദ സേവിങ്സ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ വൺ ഓഫ് ദി കമ്പോണൻ്റ് ആണ് അല്ലേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദാറ്റ് ഈസ് എന്ത് ചെയ്യാം, ആളുകളുടെ സേവിങ്സ് എന്ത് ചെയ്യുന്നു, സേവിങ് ഹാബിറ്റ് അത് പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള എന്ത് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അവർ ദേ വിൽ റെഡി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പർപ്പസ്. നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്. പാർട്ടിസിപ്പേഷൻ നടന്നാലേ, എന്തെങ്കിലും പ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേഷൻ നടന്നാലേ, അവിടെ കൺസംഷൻ നടന്നാലേ അവിടെ കറക്റ്റായിട്ടുള്ള ഫ്ലോ ഓഫ് ഫണ്ട് അവിടെ നടക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് അണ്ടർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് അതിൽ പറയുന്നതാണ് ഇറ്റ് പ്രൊമോട്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് പറയുന്നത്, ഇറ്റ് പ്രൊമോട്ട്സ്. ഞാനത് ഫുള്ളൊന്നും എഴുതുന്നില്ല, നിങ്ങൾക്ക് ആ പ്രൊമോട്ട്സ് എന്നുള്ളത് ദാറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. എന്തിനാണ് പ്രൊമോട്ട് ചെയ്യണത്, ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പോഴാണ് നമുക്ക് വെറുതെ കിട്ടുന്ന പണമൊന്നുമല്ല അല്ലേ, നമുക്ക് ഏത് മനുഷ്യനായാലും ശരി നമ്മൾ അധ്വാനിച്ച് നമുക്ക് കിട്ടുന്ന പണമാണ്. അങ്ങനെ ഹാർഡ് ഏൺഡ് മണി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബി എന്ത് ചെയ്യണം, നമുക്കത് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളുകളാണ് നമ്മൾ ഓൾറെഡി ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിൽ പഠിച്ചൊരു സംഭവമാണ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ്. ഡു യു റിമെമ്പർ ഹു ഈസ് എ മെർച്ചൻറ്റ് ബാങ്കർ എന്നുള്ളത് ഓർക്കുന്നുണ്ടോ? അതൊന്ന് ജസ്റ്റ് ആ ഭാഗങ്ങളിൽ കൂടിയൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് അല്ലെങ്കിൽ അതിൽ കൂടിയൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് പോവാം. മെർച്ചൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, ലോണും ഇതും കൊടുക്കുക മാത്രമല്ല അതിൽ പുറമേ കുറച്ച് സർവീസസ് കൊടുക്കുന്നവരെയൊക്കെയാണ് നമ്മൾ മെർച്ചൻറ്റ് ബാങ്കർ എന്ന് പറയാം. അപ്പോൾ ഈ മെർച്ചൻറ്റ് ബാങ്കേഴ്സും സ്റ്റോക്ക് ബ്രോക്കേഴ്സും ഇങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കൃത്യമായ സ്ഥലത്ത് കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യണം, അത് കൃത്യമായി മൊബിലൈസ് ചെയ്ത് സേവിങ്സ് അല്ലെങ്കിൽ അത് പ്രൊഡക്ഷൻ പർപ്പസിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ദാറ്റ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം സ്റ്റോക്ക് ആൻഡ് ഷെയർ ഹാവ് സർപാസ്ഡ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഇൻ ഗിവിംഗ് റിട്ടേൺസ് ടു ഇൻവെസ്റ്റർ. അപ്പോൾ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് അതായത് കുറേ കാലങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നതാണ്, സ്റ്റോക്ക് ഷെയറിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സിനേക്കാൾ കൂടുതൽ റിട്ടേൺ തരുന്നൊരു മാർഗ്ഗമാണ് സ്റ്റോക്ക്. ഓഫ് കോഴ്സ് ദർ ഈസ് എ വളരെയധികം റിസ്ക് അതിലുണ്ടെങ്കിൽ പോലും, പക്ഷേ നല്ലൊരു ഇക്കോണമിക് കണ്ടീഷൻ നിൽക്കുകയാണ്, നല്ലൊരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്സും ഷെയർസിനും കൂടുതൽ റിട്ടേൺ നമുക്ക് എന്താണ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അത് സ്റ്റോക്സിലും ഷെയർസിലൊക്കെ മെർച്ചൻറ്റ് ബാങ്ക് നമുക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അഡ്വൈസും ഗൈഡൻസും ഒക്കെ തരുന്നു. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്, മെർച്ചൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നതാണ്. അപ്പോൾ അവർ ഈ വക ഒരുപാട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിനെ ഈ ഒരു മേഖലയിൽ സഹായിക്കുന്നു. അതാണ് നമ്മൾ പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ് പറയുന്നതാണ് ഇറ്റ് പ്രൊമോട്ട്സ്. അപ്പോൾ ഇതിൽ പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് പ്രൊമോട്ട്സ് സേവിങ്സ്.
ഏകദേശമൊക്കെ സെയിം പോയിന്റുകൾ തന്നെയാണ്. സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഒരു ഫിനാൻഷ്യൽ സർവീസ് എന്ത് ചെയ്യുന്നു? സേവിങ്സ് പ്രൊമോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് SIPs എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ കാണാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഫിനാൻഷ്യൽ സർവീസ് കമ്പനീസ്, അതായത് മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് പോളിസി, ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അല്ലേ. അങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ തരും. ഇങ്ങനെയാണ് ഇത്ര ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ചില അഡ്വൈസുകളൊക്കെ തന്നുകൊണ്ട് സാധാ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സേവിങ് ഹാബിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നതും ദാറ്റ് ഈസ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നതും അതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഇൻക്രീസ്ഡ് സേവിങ്സ് ഓഫ് ദ പബ്ലിക്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അതായത് പബ്ലിക്കിൻ്റെ സേവിങ് ഹാബിറ്റ്സിലൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, ഇറ്റ് പ്രൊമോട്ട്സ് സേവിങ്സ്. ക്ലിയർ? ആൻഡ് തേർഡ് പറയുന്നതാണ് ഇറ്റ് മിനിമൈസസ് റിസ്ക്. ഫിനാൻഷ്യൽ സർവീസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാക്കി വെക്കുക എന്താണ്? ഫിനാൻസ് ഉണ്ടോ അവിടെ എന്തുണ്ട്? ദർ ഇസ് എൻ എലമെൻറ്റ് ഓഫ് റിസ്ക് അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റിസ്ക് കുറയ്ക്കാനായിട്ട് ഫിനാൻഷ്യൽ സർവീസുകൾ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഫിനാൻഷ്യൽ സർവീസ് ഇൻക്ലൂഡ്സ് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ദ റേറ്റിംഗ് ഏജൻസീസ് റേറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ്സ്. എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഇതൊക്കെ. ഞാനിതിപ്പോൾ എടുക്കാനുള്ള റീസൺ തന്നെ അതാണ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ക്രിസിൽ, കെയർ, ICRI എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, നമ്മൾ ചില ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് പഠിച്ചു. അങ്ങനെയുള്ള ഏജൻസീസ് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സിനെ റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ റേറ്റിംഗ് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ദ കസ്റ്റമർ ഓർ ദി ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം? ഡിസൈഡ് ചെയ്യാം വെദർ ഐ ഹാവ് ടു ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ ഓർ നോട്ട് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നേരെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേറ്റിംഗ് സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ റേറ്റിംഗ് സിമ്പിൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഒരു ദാറ്റ് ഈസ് ഇൻവെസ്റ്റർക്ക് തീരുമാനിക്കാം വെദർ ഐ ഹാവ് ടു ഇൻവെസ്റ്റ് ഓർ നോട്ട് എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യാം? നമ്മൾ നല്ല റേറ്റിംഗ് ഉള്ള കമ്പനിയുടെ ഇൻസ്ട്രുമെൻസിലാണ് നമ്മൾ പോയി ദാറ്റ് ഈസ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ ബോധറേഷൻ ഒന്നും വേണ്ട. റിസ്ക് കുറഞ്ഞു, കാരണം നല്ല റേറ്റിംഗ് ഉള്ള കമ്പനിയാണ്. അപ്പോൾ അത് നമുക്ക് റിട്ടേൺ കിട്ടാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ നഷ്ടമൊന്നും വരാൻ സാധ്യതയില്ല. ഓഫ് കോഴ്സ് ദർ ഇസ് എ ചാൻസ്, റിസ്ക് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് നടക്കുന്നത് കൊണ്ട് ഒരു ഇൻവെസ്റ്ററിൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിലും ആർക്ക് റോളുണ്ട്? ഫിനാൻഷ്യൽ സർവീസിന് റോളുണ്ട്. അല്ലെങ്കിൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ റേറ്റിംഗ് നോക്കിയിട്ട് കസ്റ്റമർക്ക് അല്ലെങ്കിൽ ദാറ്റ് ഇസ് നമ്മുടെ ഇൻവെസ്റ്റർക്ക് വേണമെങ്കിൽ ക്യാൻ സ്റ്റേ ഔട്ട് ഓഫ് ദി വളരെ റിസ്കി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനോ കമ്പനീസിനോ മാറി നിൽക്കാം. ക്ലിയർ? അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് തരുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊമോട്ട് സ്മൂത്ത് പ്രൊഡക്ഷൻ. പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആ ടെക്സ്റ്റ് വായിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി. അതായത് നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു, സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അതായത് ഇങ്ങനെയുള്ള ദാറ്റ് ഇസ് ഇപ്പോൾ ഒരു മാനുഫാക്ചർ കമ്പനിക്ക് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഹി വിൽ കം ടു ദ ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് വരും അല്ലേ. അപ്പോൾ അവിടുന്ന് ദാറ്റ് ഈസ് ഇപ്പോൾ അതിൽ നമ്മൾ കുറേ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. ലീസിങ്, ദാറ്റ് ഈസ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക് എപ്പോഴെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ദേ ക്യാൻ കം ടു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ അടുത്തേക്ക് വരാം. അവർക്ക് അതായത് ഒരു കമ്പനിക്ക് ഇപ്പോൾ തോന്നുകയാണ് ദാറ്റ് ദേ ഹാവ് ടു അഡോപ്റ്റ് സം ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജി തുടങ്ങണം, ദേ വാണ്ട് സം ക്യാപിറ്റൽ ഫോർ ഇറ്റ്, അല്ലെങ്കിൽ കുറച്ച് ഫണ്ട് അതിനാവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ദേ വിൽ കം ഫോർവേഡ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് വരുന്നു, ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സിനെ കാണുന്നു. അപ്പോൾ ലീസിങ് വഴി അത് എപ്പോഴും മനസ്സിലാക്കാം, നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് ഫുൾ എമൗണ്ട് എടുക്കാനുണ്ടായിരിക്കില്ല. അപ്പോൾ ദാറ്റ് ഇസ് ത്രൂ ലീസിങ് വഴിയോ ഹയർ പർച്ചേസ് ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ റേസ് ദ ഫണ്ട്. ആ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് മോഡേൺ മെഷീനറി വേണമെങ്കിൽ മോഡേൺ മെഷീനറി, ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള എക്യുപ്മെൻറ്റ്സ് വേണമെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങി അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. അതാണ് പറയുന്നത്. അപ്പോൾ സ്മൂത്ത് പ്രൊഡക്ഷൻ, ഒരു ബ്ലോക്കും ഇല്ലാതെ കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ പ്രത്യേകത വിത്ത് ലോ കോസ്റ്റ് ആൻഡ് ഹൈ എഫിഷ്യൻസി. നമുക്കധികം വലിയ ചിലവൊന്നുമില്ലാതെ എന്നാൽ നല്ല ഹൈ എഫിഷ്യൻസി ആയിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് കിട്ടുന്നു. നമ്മളത് ദാറ്റ് ഈസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് പുതിയ മെഷീനറീസോ പുതിയ ടെക്നോളജീസ് ഉണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദ പ്രൊഡക്ഷൻ വിൽ ഗോ വെരി സ്മൂത്ത്ലി. ക്ലിയർ? അപ്പോൾ അതാണ് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊമോട്ട് സ്മൂത്ത് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിൽ പറയുന്ന റോൾ, ഇവർ പ്ലേ ചെയ്യുന്ന ഒരു റോളാണ്. ദാറ്റ് ഈസ് ഫിഫ്ത്ത് പോയിന്റ് ഈസ് മാക്സിമൈസ് ദ റിട്ടേൺസ്. അല്ലേ, നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ദാറ്റ് വി ആർ ഇൻവെസ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ റിട്ടേൺ മാക്സിമൈസ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സർവീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ജസ്റ്റ് വി ആർ റിവൈസിങ്. നമ്മളെടുത്ത ടോപ്പിക്കുകളിൽ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ഫാക്ടറിങ് ഫോർ ഫേറ്റിംഗ്, രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ. ഓർമ്മയുണ്ടോ? ഫാക്ടറിങ്, ഒരു കസ്റ്റമർ ഉണ്ടായിരിക്കും, ബയർ ഉണ്ടാവാം, സെല്ലർ ഉണ്ടാവാം, ഇടയിലൊരു ഫാക്ടർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്ത് പോവാം. പിന്നെ അതുപോലെ തന്നെയാണ് ഫോർഫേറ്റിംഗ്, ഒരു ടൈപ്പ് ഓഫ് FS നമ്മൾ പഠിച്ചതാണ്. അത് ഏത് ബിസിനസ്സുകൾക്കുള്ളതായിരുന്നു ഫോർഫേറ്റിംഗ് എന്ന് പറയുന്നത്?
എക്സ്പോർട്ട് നടത്തുന്നവർക്ക് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, വിൽ എൻകറേജ് ദ മാനുഫാക്ചർ ടു സെൽ ഓൺ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് എബ്രോഡ്. കണ്ടോ, എബ്രോഡ് എന്ന് പറയുന്നത് ഫോർഫേറ്റിംഗ് എന്നുള്ള ആ സർവീസിന് ഉദ്ദേശിച്ചിട്ടാണ്. ആൻഡ് ഇൻക്രീസ് ദ ടേൺ ഓവർ. അപ്പോൾ അവർക്ക് എന്ത് കിട്ടും, അതായത് ഈ രണ്ട് തരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസുകൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അവരുടെ ഫണ്ട് കിട്ടുകയാണ്. നമ്മളതിൻ്റെ ആ പ്രൊസീജിയറൊക്കെ ഒന്ന് ആലോചിക്കാം. അപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, അപ്പോൾ അവർക്ക് സെയിൽസ് കൂട്ടാം, ടേൺ ഓവർ അവർക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നു. എൻഹാൻസ്ഡ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി, എന്താണ്, കൂടുതൽ പൈസ അവരുടെ കയ്യിൽ കിട്ടുന്നു. ദാറ്റ് ഈസ്, അപ്പോൾ അതാണ് പറയുന്നത്, ദാറ്റ് ഈസ് helps to maximize the return. That enhanced turnover will help the businessman or entrepreneur to make a huge profit. Huge എന്നല്ല, maximize his return. റിട്ടേൺ ഒരു മാക്സിമം തലത്തിലേക്ക് തിരിച്ച് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഫിനാൻഷ്യൽ സർവീസുകളാണ് ഫോർഫേറ്റിംഗ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതും ദാറ്റ് ഈസ് എന്താണ്, വൺ ഓഫ് ദി റോൾ പ്ലേഡ് ബൈ ദം ആണ്. ഇനി പറയുന്നത് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഒരെണ്ണം പറയുന്നതാണ്, ഇറ്റ് എൻഷുവേഴ്സ് ഗ്രേറ്റർ ഈൽഡ്. ഇതാണ് പറയുന്നത്, ഇറ്റ് എൻഷുവേഴ്സ് ഗ്രേറ്റർ ഈൽഡ്. ഈൽഡ് എന്ന് പറഞ്ഞാലും ഇൻകം എന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ഗ്രേറ്റർ ഈൽഡ് എന്താണ് പറയണത്, അതായത് കണ്ടോ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സ്റ്റോക്ക് ബ്രോക്കറിംഗ്, കമോഡിറ്റീസ് ട്രേഡിംഗ്, ഡെറിവേറ്റീവ് ട്രേഡിംഗ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കുറേ സർവീസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റർ അഥവാ പ്രൊഡ്യൂസർ ക്യാൻ ഹെഡ്ജ് ഓർ ആർബിട്രേറ്റ് ആൻഡ് എൻഹാൻസ് ദ ഈൽഡ് ബിസൈഡ്സ് പ്രോഫിറ്റ്. കണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഈൽഡ് എന്നുള്ള പറയാൻ കാരണം, പ്രോഫിറ്റ് കൂടാതെ ഇൻവെസ്റ്റേഴ്സിനോ പ്രൊഡ്യൂസറിനോ വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, അവർ ഈൽഡ് ദാറ്റ് ഈസ് ഇൻകം ഒന്ന് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ പറയുന്ന ആർബിട്രേജ് എന്നൊക്കെ പറയണമെങ്കിൽ മനസ്സിലാക്കുക, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക. പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അത് വിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ ആർബിട്രേജ് എന്നൊക്കെ പറയുന്നത്. ഹെഡ്ജ്, അതായത് അങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സംരക്ഷിക്കാനായിട്ട് ഇതുപോലെയുള്ള ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലേ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. കമോഡിറ്റി ട്രേഡിംഗ്, ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഒക്കെ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ നിന്ന് ഡിറൈവ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് വഴി എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, നമുക്ക് കൂടുതൽ ഈൽഡ്, കൂടുതൽ ഇൻകം, പ്രോഫിറ്റ് കിട്ടുന്നതിനൊപ്പം തന്നെ കൂടുതൽ ഇൻകം ഏൺ ചെയ്യാനും ഫിനാൻഷ്യൽ സർവീസസ് ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയണത്, ഇറ്റ് ലെഡ് ടു ദി ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഈ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഷുവർലി എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഇറ്റ് ലെഡ് ടു ദി ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി കൺട്രിയിലേക്ക് വരും, ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി നേഷനിലേക്ക് നമ്മൾ വരും. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റോൾ ദാറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് എന്നാണ് പറയുന്നത്. അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അതായത് നമ്മുടെ ഒരു ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 സെക്ടേഴ്സാണ് ഉണ്ടായിരിക്കുക. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിട്ടറി സെക്ടർ. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സെക്കൻഡ് കഴിഞ്ഞതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതിനെയാണ് നമ്മൾ ടെറിട്ടറി സെക്ടർ എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതായതാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ അങ്ങനെയുള്ളതൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സർവീസ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 സെക്ടേഴ്സിനും ഒരുപോലെ ഫണ്ട് മൊബിലൈസ് ഇത് കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കും. ഫുള്ളായിട്ട് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഇന്ത്യൻ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന IFS, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ഈ ഓൾ 3 സെക്ടേഴ്സിനും ഈക്വലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് മൊബിലൈസേഷൻ നടത്തുന്നു. ഈ 3 സെക്ടേഴ്സിലും ഈക്വലി മൊബിലൈസേഷൻ നടത്തിയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇറ്റ് വിൽ ലെഡ് ടു ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കോണമി നടക്കുള്ളൂ. അല്ലാണ്ട് ഒരു സെക്ടർ മാത്രം ഡെവലപ്പ് ചെയ്യുന്നു, മറ്റേ സെക്ടർ താഴ്ന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കില്ല. ദാറ്റ് ഷുഡ് ബി എ ബാലൻസ്, കൃത്യമായിട്ടുള്ള ബാലൻസ് വേണം. അപ്പോൾ അതാണ് പറയുന്നത്, ഫിനാൻഷ്യൽ സർവീസസ് പമ്പ് മണി ടു ഓൾ ദീസ് 3 സെക്ടേഴ്സ് ഈക്വലി. കണ്ടോ, ഒരേപോലെ കൊടുക്കുന്നു. ആൻഡ് ദി ഇക്കോണമി ഗ്രോസ് റിസൾട്ടിങ് ഇൻ, ആലോചിക്കുക, അപ്പോൾ 3 സെക്ടറിലേക്ക് കൊടുക്കുന്നു. ആ ഓരോ സെക്ടറിലും കൂടുതൽ ആളുകൾക്ക് എന്ത് കിട്ടുന്നു, എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നു. ആലോചിച്ച് നോക്കാം, എംപ്ലോയ്മെൻറ്റ് കിട്ടുമ്പോൾ ആളുകളുടെ എന്ത് കൂടുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. അങ്ങനെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, പതുക്കെ ദാറ്റ് ഇസ് നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നു. അവിടെ ജീവിക്കുന്ന ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടിയാൽ മാത്രമാണ് അവിടെ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നടന്നു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, resulting in more employment opportunity. Healthy economic growth means all the 3 sectors grow together. ഈ പറയുന്ന 3 സെക്ടേഴ്സ് എന്ത് ചെയ്യണം, ഒന്നിച്ച് ഗ്രോ ചെയ്താൽ അല്ലെങ്കിൽ ഒന്നിച്ച് അതിലേക്ക് മൊബിലൈസേഷൻ നടന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ഇക്കണോമിക് ഗ്രോത്ത് നടക്കുള്ളൂ. ക്ലിയർ? പിന്നെ പറയുന്നതാണ്, ഓഫ് കോഴ്സ് ഇതിൻ്റെ ചുവടെ പിടിച്ച് തന്നെ നമുക്ക് പറയാവുന്ന നെക്സ്റ്റ് ഒരു പോയിൻ്റാണ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി മാസസ്. ഇതാണ് ഇതിൻ്റെ ചുവട് പിടിച്ച് തന്നെ വരുന്നതാണ്. അതായത് മാസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പബ്ലിക് എന്നാണ് പറയുന്നത്, അവരുടെയൊക്കെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാനായിട്ട് ദാറ്റ് ഈസ് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ് ഹെൽപ്പ് ചെയ്യുന്നു. എന്താണ് അതിൽ പറയണത്, ഫിനാൻഷ്യൽ സർവീസ് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, പലതരത്തിലുള്ള പ്രോഡക്ട്സുകളും സർവീസുകളും ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹയർ പർച്ചേസ് ഫെസിലിറ്റി കൊടുക്കുന്നു, കൺസ്യൂമർ ലോൺ കൊടുക്കുന്നു, ലീസിങ് കൊടുക്കുന്നു. കേട്ടോ, അങ്ങനെയുള്ള പല എന്താണ് പറയുന്നത് ഫെസിലിറ്റീസും ഫിനാൻഷ്യൽ സർവീസസും നമുക്കായിട്ട് പബ്ലിക്കിനായിട്ട് തരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു 4 വീലർ വാങ്ങിക്കണം, ഒരു എന്താ പറയുക സ്കൂട്ടർ വാങ്ങിക്കണം, ഈവൺ നമുക്കിപ്പോൾ മൊബൈൽ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കണം, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സർവീസുകളുടെ ദാറ്റ് ഈസ് നമുക്കത് അവരുടെ ഒരു ഹെൽപ്പ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്.
ഒരു ആവറേജ് നമ്മൾ ആലോചിക്കേണ്ടത്, ഈവൻ നമ്മൾ കേരളത്തിലേക്ക് വരും, ഒരു ആവറേജ് മലയാളിയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, ഒരു കാറ്, ഒരു 2 വീലർ സ്വസ്ഥം എന്നാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾ ഒരു ആവറേജ് ഇന്ത്യൻ എന്നാണ് നമുക്ക് പറയുന്നത്. നമ്മൾ കേരളത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഒരു ആവറേജ് ഇന്ത്യൻ്റെ ഡ്രീമാണ് ഇതൊക്കെ. ഒരു സ്വന്തമായിട്ടൊരു വീട്, ഒരു വണ്ടി വേണം ഇതിനകത്ത്, അങ്ങനെയുള്ള. അപ്പോൾ ഒരു ആവറേജ് മാൻ്റെ ഡ്രീം കം ട്രൂ എന്നാണ് പറയുന്നത് ത്രൂ ദീസ് ഫിനാൻഷ്യൽ സർവീസസ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇതൊക്കെ വരുമ്പോഴാണ് ഒരാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നത്. അപ്പോൾ ആ ലിവിങ് കൂടിയാൽ മാത്രമാണ് അവിടെ നമുക്ക് ദാരിദ്ര്യം എന്നുള്ളത് പതുക്കെ പോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യാണ്, കുറച്ച് കൊണ്ടുവരാനായിട്ടും ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സർവീസസുകൾ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹാസ് ഇംപ്രൂവ്ഡ് താങ്ക്സ് ടു ദി ഫിനാൻഷ്യൽ സർവീസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കേസ് തന്നെയാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ അവിടെ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഒരു ഗുണം തന്നെയാണെന്നാണ് പറയുന്നത്. അതാണ് ദാറ്റ് ഇസ് 8th പോയിന്റ് ദാറ്റ് വി ആർ ഡിസ്കസ്ഡ്, ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓർ റോൾ ഓഫ് ഫിനാൻഷ്യൽ സർവീസ്. പിന്നെ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത് ദാറ്റ് ഇസ് ടു ദ ഗവൺമെൻറ് ആണ്. ആർക്കാണ് കിട്ടുന്നത്? ദ ഗവൺമെൻറ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്നാണ് കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എപ്പോഴും എന്താ ആവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ്. അത് ഷോർട്ട് ടേം ആയാലും ശരി, ലോങ് ടേം ഫണ്ട് ആയാലും ശരി, ഗവൺമെൻറ്റിന് ആവശ്യമാണ്. ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഗവൺമെൻറ് പലതരം എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിരിക്കാം. എന്തൊക്കെയാണ് 2 തരം എക്സ്പെൻഡിച്ചേഴ്സ്? റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിരിക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള പല എക്സ്പെൻഡിച്ചേഴ്സിനും വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഫണ്ട് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ, ദാറ്റ് ഇസ് ഒരു ജനനന്മയ്ക്ക് വേണ്ടിയുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്പെൻഡർ ഓഫ് ദ മണി. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പൈസ ചിലവഴിക്കുന്നത്, ദാറ്റ് ഇസ് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ കുട്ടികൾക്കും വേണ്ടി ഗവൺമെൻറ് ഇത്ര തുക എന്ത് ചെയ്തിട്ടുണ്ടാവും. ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ട് പകർത്തി വെച്ചിട്ടുണ്ടാവും ഫോർ ദി എഡ്യൂക്കേഷൻ. ബജറ്റൊക്കെ കേട്ട് നോക്കിയാൽ അറിയാം. അപ്പോൾ ഗവൺമെൻറ് കയ്യിൽ നിന്നാണ് ഇതിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ എന്തിനധികം പറയണത്, ഇപ്പോൾ നമ്മുടെ ഇവിടെ കോവിഡ് വരുമ്പോൾ ഗവൺമെൻറ് ആണല്ലേ. അപ്പോൾ അതിനുള്ള പൈസ ഗവൺമെൻറ് കണ്ടെത്തണം. ഓഫ് കോഴ്സ് അതിൻ്റെ പിന്നിലുള്ള വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഇതല്ല. പക്ഷേ എപ്പോഴും ഗവൺമെൻറ് കയ്യിൽ ഗവൺമെൻറ് ആയിരിക്കും ദ മെയിൻ സ്പെൻഡർ ഓഫ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴി. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് മണി മാർക്കറ്റ്, വാട്ട് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് പോകാം. മണി മാർക്കറ്റ് എന്തായിരുന്നു? ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ വേണമെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയൊക്കെ എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിന് ദാറ്റ് ഇസ് ഷോർട്ട് ടേം ഫണ്ടുകളൊക്കെ മൊബിലൈസ് ചെയ്യാം. അതിനുവേണ്ടി ട്രഷറി ബിൽസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിന് ചെയ്യാം. ലോങ് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്ന്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സാണ്. അപ്പോൾ അതിലെ മെയിൻ റോൾ ആർക്കാണ് അവിടെ? ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ സർവീസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഗവൺമെൻറ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ബെനിഫിഷ്യറീസ്. അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അതാത് കൺട്രീസിലെ ഗവൺമെൻറ്റിനാണ്. ക്ലിയർ? പിന്നെ പറയണത് ദാറ്റ് ഈസ് ഇറ്റ് ഓഫേഴ്സ് എ വൈബ്രൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയണത്. എന്താണ് ഈ വൈബ്രൻ്റ് എന്ന് പറയുകയാണെങ്കിൽ? നല്ല വ്യത്യസ്തമായ, അതായത് നല്ല രീതിയിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വൈബ്രൻ്റ് ആൻഡ് ഹെൽത്തി എന്നാണ് പറയുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ മാർക്കറ്റ്, ഒരു നല്ല എക്കോണമി ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? ലോങ് ടേം അല്ലേ? ലോങ് ടേം ഉള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു നല്ല ഒരു എക്കോണമിയുടെ എന്താണ് പറയുക, സൈൻ എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ക്യാപിറ്റൽ മാർക്കറ്റ് എപ്പോഴും എന്തായിരിക്കണം? നല്ല ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. മാനുഫാക്ചറിങ് കമ്പനീസ്, സർവീസ് പ്രൊവൈഡേഴ്സ്, ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് കമ്പനീസ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? എപ്പോഴും വന്ന് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ വിസിറ്റ് ചെയ്യും. അവരിങ്ങനെ അവിടെ ദേ വിൽ അപ്രോച്ച് ദ ക്യാപിറ്റൽ മാർക്കറ്റിൽ എപ്പോഴും ദാറ്റ് ഈസ് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് വന്ന് നോക്കും. അവർ ആ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അവർക്ക് ആവശ്യത്തിനുള്ള അഡ്വൈസ് കൊടുക്കാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സർവീസ് ചെയ്തു കൊടുക്കാനും അവിടെ ആര് വേണം? ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് വേണം. അവർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനുള്ള സർവീസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതെന്താണ്? ആ ഒരു വിസിറ്റ് കൊണ്ട് ഉപകാരമില്ലാതായി മാറും. അപ്പോൾ ദ വിസിറ്റ് വിൽ ബി സക്സസ്ഫുൾ. അങ്ങനെ അവർ വന്ന് ദാറ്റ് ഈസ് വന്നിങ്ങനെ നോക്കാമെന്ന് അങ്ങനെയൊന്നും ഒരാൾ വന്ന് നോക്കാമെന്നൊന്നുമല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ദാറ്റ് ഈസ് ദേ വിൽ അപ്രോച്ച് എന്നുള്ള മീനിങ്ങിൽ എടുക്കാം. വിൽ ബി സക്സസ്ഫുൾ ഓൺലി ഇഫ് ദർ ഈസ് അവിടെ അണ്ടർ റൈറ്റേഴ്സ് വേണം. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. അണ്ടർ റൈറ്റേഴ്സ് വേണം, ഇഷ്യൂ മാനേജേഴ്സ് വേണം, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വേണം, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, മെർച്ചൻറ്റ് ബാങ്ക്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസുകളാണ്. ഇവരൊക്കെ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അവർ വളരെ ആക്റ്റീവ് ആൻഡ് സപ്പോർട്ടായാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഇവരുടെ ഈ വിസിറ്റ് എന്ന് പറയുന്നത് വർത്താവുള്ളൂ. അല്ലെങ്കിൽ അവർ വന്ന് നോക്കി ഓക്കെ ഇവിടെ വലിയ ഇന്ത്യൻ എക്കോണമിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം സർവീസിൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും തരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഗോ ബാക്ക്. അവർ പിന്നിലേക്ക് പോകും. അതല്ല, അവർക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ടും കൃത്യമായിട്ടുള്ള അഡ്വൈസും കൊടുക്കാനായിട്ട് ഇതുപോലെയുള്ള, അതായത് മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ആണെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, DP ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻസ് ആണെങ്കിൽ അവരൊക്കെ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻ ദ ആബ്സൻസ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ഇഷ്യൂ ഓഫ് കമ്പനീസ് വിൽ ബി എ ഫ്ലോപ്പ്. ഇനി അവിടെ ഈ പറയുന്ന ഫിനാൻഷ്യൽ സർവീസ് കൃത്യമായിട്ട് അവിടെ ഇല്ല. ഇവർ ഇങ്ങനെ
ഒരു കമ്പനി വന്ന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവാണ്, ആ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോലെ അവിടെ അണ്ടർ റൈറ്റർ ഇല്ല, മെർച്ചൻറ്റ് ബാങ്കർ ഇല്ല എന്നൊക്കെ വന്നാൽ എന്താണ്, ആ ഇഷ്യൂ എന്ന് പറയുന്നത് വിൽ ബി എ ഫ്ലോപ്പ്, ഇവിടെ പരാജയമായി മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫണ്ട് എങ്ങനെ മൊബിലൈസ് ചെയ്യാം, ഫണ്ട് എങ്ങനെ സേവ് ചെയ്ത് ദാറ്റ് ഈസ് സ്കാറ്റർ ചെയ്ത് കൊടുക്കാമെന്നുള്ളത് വിൽ ബി എ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെന്തായി മാറുമെന്നാണ് പറയുന്നത്, ഇറ്റ് വിൽ ബി എ ക്വസ്റ്റ്യൻ മാർക്കായി മാറുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയല്ല, അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ അവർ ഉത്തരം പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഇവ കൃത്യമായിട്ട് അവിടെ ആ സർവീസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് എങ്ങനെയായി മാറും, മൂവ് ഡൗൺവേർഡ്സ്, താഴത്തേക്ക് പോകും, നെഗറ്റീവ് ട്രെൻഡിലേക്ക് അത് കാണിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും പറയുകയാണെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, അറ്റ് പ്രസൻറ്റ് വി ഡു ഹാവ് എ ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റ് താങ്ക്സ് ടു ദ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സർവീസിന് ശരിക്കും നമുക്ക് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സർവീസിന് നമുക്ക് വളരെ താങ്ക്ഫുള്ളാണ്. കാരണം നമ്മൾ ഒരുവിധമൊക്കെ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്, പതുക്കെ ഡെവലപ്ഡ് കൺട്രിയിലേക്ക് ചുവട് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് അപ്പോൾ നമ്മുടെ അവിടെ കുഴപ്പമൊന്നുമില്ലാത്ത, അതുകൊണ്ടാണ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മുടേക്ക് വരുന്നത് തന്നെ. അപ്പോൾ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടാക്കാനും ഫിനാൻഷ്യൽ സർവീസസ് ഒരു വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ക്ലിയർ. നെക്സ്റ്റ് പറയുന്നതാണ് ദാറ്റ് ഇറ്റ് എൻകറേജസ് ദ ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ദ ഫോറിൻ ട്രേഡ്. ഡൊമസ്റ്റിക് ആയാലും ശരി ഫോറിൻ ട്രേഡ് ആയാലും ശരി രണ്ടിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. എന്താണെന്നാണ് പറയുന്നത്, അതായത് ഒരു നമ്മുടെ ഒരു ഇക്കോണമി, അതായത് ഇന്ത്യൻ എക്കോണമി എടുക്കാം. ഒരു ഇന്ത്യൻ എക്കോണമി നല്ല രീതിയിലാണോ അല്ലെങ്കിൽ അത് താഴത്തേക്കാണോ പോകുന്നത് അറിയാനായിട്ട് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും, മനസ്സിലാക്കി വയ്ക്കുക. ആ ക്രൈറ്റീരിയാസിൽ ഒരു ക്രൈറ്റീരിയ നോക്കുന്നത് എന്താണ്, ആ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് എങ്ങനെയാണ് നടക്കണം എന്നുള്ളത്. എന്താണ് ആ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയാസ്. അപ്പോൾ ആ നോക്കുന്ന കുറേ ഘടകങ്ങളിൽ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ഫാക്ടർ നോക്കുന്നത് ഇതാണ്, നമുക്ക് എത്ര എക്സ്പോർട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പോകേണ്ടതുണ്ട്. കാരണം എന്താ, എക്സ്പോർട്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫോറിൻ കറൻസി ഇങ്ങോട്ടേക്ക് കിട്ടുള്ളൂ. ഇമ്പോർട്ട് ചെയ്താൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എക്സ്പോർട്ട് എത്രയാണെന്നുള്ളതാണ് ദാറ്റ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, similarly, better corporate earnings is must to ensure more inflow by way of tax to the exchequer എന്നാണ്. മാത്രമല്ല കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ ഏണിങ്സ് നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ എൻഷുർ ചെയ്യണം. കാരണം നമ്മുടെ ഒരു എക്സ്ചെക്കർ എന്ന് പറയും. എക്സ്ചെക്കർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ഒന്ന് സൈഡിൽ നിങ്ങളൊരു പേപ്പറും പാനും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എന്താണ് എക്സ്ചെക്കർ എന്ന് പറയുന്നത്, നോട്ട് ഡൗൺ. ഇറ്റ് ഈസ് എ നാഷണൽ ട്രഷറി. ഇറ്റ് ഈസ് എ നാഷണൽ ട്രഷറി. ഒരു ബാറിടുക, ഇറ്റ്സ് എ നാഷണൽ ട്രഷറി ഓർ എന്നുള്ള രീതിയിൽ ഒരു ബാറിടുക. ദി അക്കൗണ്ട് ഇൻ ടു വിച്ച് ദ ടാക്സ് ഫണ്ട്സ് ആൻഡ് അതർ പബ്ലിക് ഫണ്ട്സ് ആർ ഡെപ്പോസിറ്റഡ്. അപ്പോൾ എക്സ്ചെക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരുവിധം എല്ലാ പബ്ലിക് ഫണ്ടുകളും ടാക്സ് വഴിയായി കിട്ടുന്ന എമൗണ്ടുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണതാണ്, ദാറ്റ് ഈസ് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവിടുന്ന ഒരു അക്കൗണ്ടാണ് എക്സ്ചെക്കർ എന്ന് പറയുന്നത്. ആ എക്സ്ചെക്കറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻഫ്ലോ വരണം അതിലേക്ക്. ദാറ്റ് ഈസ് ഫോർ ദി നേഷനിലുള്ളതാണത്. അപ്പോൾ അതിലേക്ക് പൈസ വരണമെന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനും നമുക്ക് നല്ല കോർപ്പറേറ്റ് ദാറ്റ് ഈസ് നല്ല ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനീസ് എന്നുള്ള നമുക്ക് നല്ല ഏണിങ്സ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടപ്പോൾ അങ്ങനെയുള്ള കോർപ്പറേറ്റ് സെക്ടർ എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ഡൊമസ്റ്റിക് ആയിരിക്കും അല്ലേ. ഡൊമസ്റ്റിക് സെയിൽസ് എന്നായിരിക്കും നമുക്ക് കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫോറിൻ സെയിൽസ് നടത്തണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എക്സ്പോർട്ട് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഫ്രം ഫോറിൻ ട്രേഡ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഫോറിൻ ട്രേഡും ആസ് ദാറ്റ് ഇസ് ഡൊമസ്റ്റിക് ട്രേഡ് ആസ് വെൽ ആസ് ഫോറിൻ ട്രേഡ് ഹാസ് ടു ബി എൻകറേജ്. അവർ എൻകറേജ് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് ദേ ഷുഡ് ഫോക്കസ് ഓൺ ബോത്ത്. ഇത് രണ്ടും അവർ എൻഷുർ ചെയ്യണം. ഫോറിൻ ട്രേഡ് നടക്കുന്നുണ്ട്, അതേപോലെ ഡൊമസ്റ്റിക് ട്രേഡും നടക്കുന്നുണ്ട്. കാരണം ദാറ്റ് ഈസ് നമ്മളിതിലെ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കോണമീനെ മാർക്കിടുന്ന സമയത്ത് അതിൽ നോക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് വാട്ട് ഈസ് ദ ക്വാണ്ടം ഓഫ് എക്സ്പോർട്ട് ഓഫ് എ പെർട്ടിക്കുലർ കൺട്രി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അതാണ് പറയുന്നത് ബോത്ത് ദീസ് ആർ മെയ്ഡ് സ്മൂത്ത് ആൻഡ് പോസിബിൾ ത്രൂ ഫാക്ടറിങ് ആൻഡ് ഫോർഫെയ്റ്റിംഗ് സർവീസ്. വീണ്ടും നമ്മുടെ ഫാക്ടറിങ്ങും ഫോർഫെയ്റ്റിംഗ് അവിടെ വരികയാണ്. ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്മൾ നേരത്തെ ഡൊമസ്റ്റിക് ട്രേഡുമായി ബന്ധപ്പെട്ട് ഫാക്ടറിങ്ങും പറയാം. ഫോർഫെയ്റ്റിംഗ് ഏതാണ്, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു വിത്ത് ദ എക്സ്പോർട്ട് അല്ലേ, ഫോറിൻ ട്രേഡുമായിട്ടും പറയാം. അപ്പോൾ അങ്ങനെയുള്ള സർവീസുകൾ അവിടെ ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന രീതിയിലുള്ള ഇൻകം നമ്മുടെ ഇതിലേക്ക് വരുള്ളൂ, ഈ എക്സ്ചെക്കർ എന്ന് പറഞ്ഞതിലേക്ക് വരുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ളതാണ്.
എന്താണ് ഒരു കാറ്റലിസ്റ്റ്, അതായത് ബൂസ്റ്റായിട്ട് ഒരു സ്പീഡപ്പ് ചെയ്യാനുള്ളത്, ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന ദാറ്റ് ഇസ് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാറ്റലിസ്റ്റ് ആയിട്ടും ഫിനാൻഷ്യൽ സർവീസ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞില്ലെങ്കിൽ അതിൽ വളരെ ഒരു പങ്ക് ഇവർ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് എന്താണ് വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒന്ന് പറഞ്ഞു വെക്കാം. അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ നമ്മൾ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യും, ആ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് കിട്ടും. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് എന്താണ് ഈ നമ്മളെ MSME ഒക്കെ പഠിക്കില്ല, അതായത് ചെറുകിട സ്മോളും അതുപോലെ തന്നെ ന്യൂ എൻ്റർപ്രൈനേഴ്സിനൊന്നും ഇങ്ങനെ ഫിനാൻസ് അവരുടെ കയ്യിലേക്ക് എത്തിപ്പെടാറില്ല. അവർ ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷനിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, പക്ഷേ അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ദാറ്റ് ഈസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ആര് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, ഫിനാൻഷ്യൽ സർവീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ, ഒരുപാട് ബ്രാഞ്ചസ്, അതായത് വളരെ റൂറലായിട്ടുള്ള ഏരിയാസിലൊക്കെ പോയിട്ട് പുതിയ ബ്രാഞ്ചസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല പുതിയ സർവീസസ്, അതായത് ന്യൂ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ദാറ്റ് ഈസ് കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ദാറ്റ് എവ്രി വൺ ഹാസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ്, ഈ ഒരു എന്താ പറയുക യാത്ര എന്ന് പറയില്ലേ, അതിൽ ആ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആ ഒരു ഇതിൽ എന്ത് ചെയ്യണം, അവരും കൂടി പങ്കാളികളാക്കണം. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് വരാം കേട്ടോ, വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ഫിനാൻഷ്യൽ എന്താണ് ടുവേർഡ്സ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം ഓഫ് ദ നേഷൻ, അവരുടെ നമ്മുടെ നേഷൻ്റെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാമിൽ വളരെ ഒരു മെയിൻ റോള് പ്ലേ ചെയ്യുന്നവരാണ് ഫിനാൻഷ്യൽ സർവീസസ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് കിൻസിൽ ദ എൻ്റർപ്രനറിയൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സ്റ്റിമുലേറ്റ് ചെയ്യുക, അത് എൻ്റർപ്രനറിയൽ ഡെവലപ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ നന്നായി എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുക, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇതും ആര് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സർവീസസുകൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എൻ്റർപ്രനേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കുക എപ്പോഴും അതൊക്കെ ഞാൻ ഈ ഡീറ്റെയിൽ ഒന്നും പറയണ്ട, ഒരു സബ്ജക്റ്റ് ഫുൾ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ EDPയിൽ പഠിച്ചതാണല്ലേ. ദേ ആർ കൺസിഡേർഡ് ആസ് ദി ജോബ് ക്രിയേറ്റേഴ്സ് എന്ന് പറയും, വെൽത്ത് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റർപ്രനേഴ്സ്. അപ്പോൾ ഒരു രാജ്യത്തിൽ ഒരു നേഷനിൽ അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഈ എൻ്റർപ്രനേഴ്സിന് വലിയൊരു റോള് അവർക്ക് എന്ത് ചെയ്യാണ്ട് കളിക്കാനുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്താണ് കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ഇവർ തുടക്കത്തിൽ മറ്റുള്ള വലിയ സ്ഥാപനങ്ങൾ പോലെ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും അവർക്ക് എന്തുണ്ടാവില്ല, ഫണ്ട് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ MSME പഠിച്ചതാണല്ലേ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകൾക്കൊന്നും ഫണ്ട് അവർക്ക് എന്ത് കിട്ടില്ല, തുടങ്ങാനുള്ള ഫണ്ട് അവർക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്താണ്, അതേസമയം നല്ല ബിസിനസ് പ്ലാൻ ആയിരിക്കും അവർ കൊണ്ടുവരുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഒരു നല്ല ഒരു ഇതിലേക്ക് മുന്നേറി പോകുന്നൊരു സംരംഭമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസ് ആയിട്ടുള്ളൊന്ന്, ദാറ്റ് ഇസ് വെഞ്ചർ ക്യാപിറ്റൽ, ഓർമ്മയുണ്ടാവും ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്നുള്ളത്, എന്താണ് അൺട്രൈഡ് ആയിട്ടുള്ള ടെക്നോളജികളും അതുപോലെ തന്നെ ന്യൂ ആരും ഇതുവരെ എന്താണ് ശ്രമിക്കാത്ത തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവരുന്ന അങ്ങനെയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അങ്ങനെ ആ സമയത്ത് ഈ ഫിനാൻഷ്യൽ സർവീസസ് ഏത് വഴിയാണ്, ഈ വെഞ്ചർ ക്യാപിറ്റൽ വഴി എന്ത് ചെയ്യുന്നതാണ് അവർ, ദേ വിൽ കം ടു ദ റെസ്ക്യൂ ഓഫ് ദീസ് എൻ്റർപ്രനേഴ്സ്. ഈ എൻ്റർപ്രനേഴ്സിൻ്റെ റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ അറിയാലേ, അവരെ രക്ഷയ്ക്കായിട്ട് അവർ മുന്നിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഹെൽപ്പ് ദം ടു ഫുൾഫിൽ ദയർ ഡ്രീംസ്, അവരെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് കിൻഡിൽ ദ എൻ്റർപ്രനറിയൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ഇറ്റ് പ്രൊമോട്ട്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു, പ്രൊമോട്ട് സേവിങ്സ് പറഞ്ഞു, ഇറ്റ് മിനിമൈസസ് ദ റിസ്ക് എന്ന് പറഞ്ഞു. പിന്നെന്താണ്, ഇറ്റ് പ്രൊമോട്ട്സ് ദ സ്മൂത്ത് പ്രൊഡക്ഷൻ, ഇറ്റ് മാക്സിമൈസസ് ദ റിട്ടേൺ, ഇറ്റ് ഇൻക്രീസസ് ദ ഈൽഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഹെൽപ്പ് ടു ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുന്നു. ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ എന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു വൈബ്രൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ്, ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ട്രേഡിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഡീറ്റെയിലേക്ക് പോണതിൻ്റെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എൻ്റർപ്രനറിയൽ ഡെവലപ്മെൻറ്റിന് ഒരുവിധം സഹായങ്ങളൊക്കെ ദാറ്റ് ഇസ് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റോളും നമ്മൾ കഴിഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒരു ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെയാണ് ഫിനാൻഷ്യൽ സർവീസസ്. ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് കാണാം വാട്ട് ഈസ് എന്താണ് കോൺട്രിബ്യൂഷൻ ഓഫ് എഫേർട്സ് ഇൻ പ്രൊമോട്ടിങ് ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സർവീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടേംസും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഐ തിങ്ക് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്കുള്ളത് നന്നായി അത്യാവശ്യമായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ആൻഡ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.